ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഭയിന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. എന്താണ് തിരുക്കുടുംബം നമുക്ക് തരുന്ന സന്ദേശം? ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ സ്വരത്തിന് ഹൃദയം കൊടുത്തൊരു കുടുംബം. അതാണ് യൗസേപ്പും മറിയവും ഉണ്ണിമിശിഹായും ഉൾക്കൊള്ളുന്ന കുടുംബം. ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ സ്വരത്തിന് ഹൃദയം കൊടുത്തവരാണവർ. എന്താണ് വീടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. ഒരു നല്ല വീട് പണിയുക, അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ്. ശരിക്കും എന്താണ് വീടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ് വളർന്ന് വലുതാകുന്നതാണ്. ദൈവത്തിൻ്റെ മനസ്സ് വളരുന്നതിൻ്റെ പേരാണ് വീടെന്ന് പറയുന്നത്. നമ്മൾ ഏദനിൽ ആദ്യ കുടുംബത്തെ കാണുന്നുണ്ട്. ദൈവം പ്രപഞ്ചത്തിലെ എല്ലാത്തിനും രൂപം കൊടുത്തു. താൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും നോക്കിയിട്ട് ദൈവം എന്ത് പറഞ്ഞു? കൊള്ളാം, നന്നായിരിക്കും. ദൈവത്തിനൊരു സംതൃപ്തിയാണ്. സൃഷ്ടിച്ചതൊക്കെ നല്ലതാണ്. എന്നാൽ സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവം മനുഷ്യന് രൂപം കൊടുത്തു, ആദത്തിന് രൂപം കൊടുത്തു. പക്ഷെ അന്ന് മാത്രം ദൈവം ഒന്നും മിണ്ടിയിട്ടില്ല. നല്ലതാണെന്നോ മോശമാണെന്നോ ഒന്നും പറഞ്ഞില്ല. ദൈവം മൗനം പാലിക്കുകയാണ്. എന്നിട്ട് ദൈവം ആദത്തെ ഏദനിലേക്ക് പറഞ്ഞു വിടുകയാണ് ജീവിക്കുവാനായിട്ട്. ഏതാനും ദിവസം കഴിയുമ്പോൾ ദൈവം തന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നന്നായിരിക്കുന്നില്ല എന്നാണ്. എല്ലാത്തിലേക്ക് നോക്കിയിട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ ആദത്തെ നോക്കിയിട്ട് ആദ്യമായിട്ട് പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഈ ഭൂമിയിൽ ദൈവം നല്ലതല്ലെന്ന് കണ്ട ആദ്യത്തെ കാര്യം അതാണ്, മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല. ദൈവം എന്താണ് ചെയ്യുന്നത്? ആദത്തിന് തുണയായിട്ട് ഹവ്വായെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞു മനുഷ്യരുടെ ജീവിതം മുഴുവനും ദൈവത്തെ കേൾക്കലാണ്. സായാഹ്നങ്ങളിൽ നടക്കാനിറങ്ങുന്ന ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ അവന്റെ പക്കലേക്ക് ഓടി വരുന്നൊരു കുടുംബം. അവരെങ്ങനെ സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ്. ഒരു നാൾ ദൈവസ്വരത്തെ കാട്ടിലുപരി മറ്റു ചില സ്വരങ്ങളൊക്കെ പ്രിയങ്കരമാകുമ്പോൾ അവർ ദൈവത്തെ മറക്കുകയാണ്. ദൈവത്തിന്റെ സ്വരത്തെക്കാൾ ഉപരിയായിട്ട് പ്രലോഭകന്റെ സ്വരങ്ങൾക്ക് കുറേയും കൂടെ സ്വീകാര്യതയും കുറേയും കൂടെ സ്നേഹഭാവങ്ങളൊക്കെ ലഭിക്കുമ്പോൾ പ്രലോഭനത്തിൽ വീണു പോണ് ദൈവസ്വരം മറക്കുകയാണ്. ദൈവസ്വരം മറക്കുന്ന കുടുംബം പറുദീസായിക്ക് പുറത്താക്കപ്പെടുകയാണ്. ഓർത്തിരിക്കുക, എല്ലാ കാലത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ദൈവസ്വരം കേൾക്കുന്ന മനുഷ്യരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ കുടുംബങ്ങളൊക്കെ പിന്നെ തകർച്ചയിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തിരിക്കണം, ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന മനുഷ്യര് ആ വീടിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു വിട്ടു പോവുകയാണ്. എന്താണ് ആദ്യ കുടുംബത്തിന് സംഭവിച്ചത്? സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ ദൈവത്തിന്റെ സ്വരം മറന്നുപോയി. നമ്മൾ രണ്ടാമതൊരു കുടുംബത്തെ കാണുന്നുണ്ട് പുതിയ നിയമത്തിലെ. എന്താണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത? സങ്കടങ്ങളിൽ ദൈവത്തിന്റെ സ്വരത്തിന് ഹൃദയം കൊടുത്തു. ആദ്യ കുടുംബം സൗഭാഗ്യത്തിൽ ദൈവത്തെ മറന്നെങ്കിൽ തിരുക്കുടുംബത്തിലേക്ക് എത്തുമ്പോൾ സങ്കടങ്ങളിൽ ദൈവത്തിന്റെ സ്വരത്തിനും ദൈവത്തിന്റെ ഹൃദയത്തിനും അവർ പൂർണ്ണമായിട്ടും അടിയറവ് വയ്ക്കുകയാണ്. ഒരു ജീവിതം ആരംഭിക്കും. നമ്മളൊന്ന് വായിച്ചു കേട്ടു, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന അപ്പനോട് പറയുകയാണ്, ഈ കുഞ്ഞിനെ കൊണ്ട് പലായനം ചെയ്യണം. യൗസേപ്പിന് ചോദിക്കാമായിരുന്നല്ലേ, എൻ്റെ കയ്യിരിക്കുന്നത് ദൈവപുത്രനാണ്, നീ സർവശക്തനും പിതാവുമായ ദൈവമാണ്, നിനക്ക് ഞങ്ങളെ ഇവിടെ നിന്നും മാറ്റിയ പോരെ? എന്തിന് ഈ രാത്രിയിൽ ഈ കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടതയുടെ ഒരു യാത്ര ചെയ്യണം? അപ്പന് ചോദ്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും അടിയറ പറയുകയാണ്. ആ രാത്രിയിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പലായനം ചെയ്യുകയാണ്.
മറിയമെന്ന അമ്മ, അവൾ കടന്നു പോകുന്ന മുഴുവനും സങ്കടങ്ങളുടെ നിറവിലാണ്. ഒരമ്മയും ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മകനെ കുറിച്ച് കേൾക്കേണ്ടി വരുന്ന ഒരമ്മയാണ്. ഈ മകൻ വളർന്ന് അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അവനെ കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലേ. 33 വയസ്സെത്തിയ മകനെ കുറിച്ച് ജനം പറയുന്നു, ചുങ്കക്കാരുടെയും വേശ്യകളിലേക്ക് കൂട്ടുകാരൻ. ഒരു കാലഘട്ടം എത്തുമ്പോൾ അവനെ ഭ്രാന്തൻ എന്ന് ജനം വിളിക്കുകയാണ്. ഒരു അമ്മ കടന്നു പോകുന്ന സങ്കടമാണിത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാര് ഇതിൻ്റെ ഒരു അംശമെങ്കിലും കടന്നു പോകുന്നുണ്ടാകും. വളർന്നു വരുന്ന മക്കളെ കുറിച്ച് മനുഷ്യരൊക്കെ മറുതലിക്കുമ്പോൾ അമ്മയിൽ ആശ്രയിക്കാൻ പഠിക്കണം. അമ്മ തളർന്നു പോകുന്നില്ല. ജനം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അമ്മ ആ മകന്റെ കൂടെ നടക്കുകയാണ്. അവൾക്കറിയാം ഇത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. തളർന്നു പോകാതെ അമ്മ നടക്കുകയാണ്. അവള് കാൽവരിയുടെ കുരിശിന്റെ താഴെ വരെ അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഇങ്ങനെ ദൈവഹിതത്തിന് ഒരു മകനെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ മകൻ കാൽവരിയിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ പറയുന്നു, നിന്റെ ഹിതത്തിന് ഞാൻ എന്നെ അർപ്പിക്കുന്നു, നിന്റെ ഹിതത്തിന് എന്നെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. തിരുക്കുടുംബത്തിന്റെ വിജയവും ശ്രേഷ്ഠതയും അതായിരുന്നു. ദൈവത്തിന്റെ മനസ്സിനും ദൈവത്തിന്റെ ഹിതത്തിനും മാത്രം അവര് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. നമുക്കിന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു ചിന്തയുണ്ടാകണം, നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ സഹനങ്ങളിലേക്ക് അവർ മുൻപോട്ട് കടന്നു പോകുന്നുണ്ട്? നമ്മൾ വായിക്കുന്നുണ്ട് വിലാപത്തിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തില് കർത്താവിന്റെ സ്നേഹം അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഊർജമാകേണ്ടതാണ്. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതായത് സ്നേഹം, മാറാത്ത സ്നേഹം, അസ്തമിക്കാത്തൊരു സ്നേഹം കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറും. നമുക്കുണ്ടാകണം, തമ്പുരാനെ കേൾക്കുന്ന സമയമുണ്ടാകണം. കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങൾക്കുള്ളിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അവിടെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുക. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇനി ആശങ്കയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. പുതിയ തലമുറയിൽ കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ വേഗം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദാമ്പത്യ ബന്ധങ്ങളൊക്കെ കൈവിട്ടു കളയുന്നതിൽ, വേണ്ട എന്ന് വെക്കുന്നതിൽ ഒരു വല്ലാത്ത ലാഘവം കാട്ടും തലമുറയ്ക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇനി ഈ ദൈവഹിതത്തിന് അടിയോറോ പറയത്തക്ക രീതിയിൽ മക്കളെ നമ്മൾ വളർത്താൻ പഠിപ്പിക്കണം. ഒരു ക്യാമ്പിൽ നടന്നൊരു സംഭവം, സൺഡേ സ്കൂൾ കുട്ടികളുടെ ഒരു ക്യാമ്പാണ്. ഒരു വൈദികൻ പങ്കുവച്ചൊരു ഓർമ്മയാണിത്. ഒരു ഏരിയയുടെ വകയാണ്. ഇവിടുത്തെ +1, +2 സൺഡേ സ്കൂളിലെ കുട്ടികൾക്ക് ക്യാമ്പ് നടക്കുകയാണ്. അതിലൊരു ദിവസം ക്ലാസ് എടുക്കാൻ ഒരു അച്ഛൻ വരുന്നു. അച്ഛന് ഈ കുഞ്ഞുങ്ങളോട് കുടുംബജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുമ്പോൾ അച്ഛൻ തുടങ്ങുന്നതിന് മുൻപ് അവിടെ ഇരുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ഭാവി കുടുംബജീവിതത്തെക്കുറിച്ച് വെറുതെ നിങ്ങളുടെ ആശയങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവും? എല്ലാവരും പിന്മാറുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. അച്ഛൻ അവളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തു. അവൾ ആ മൈക്ക് വാങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് ഒരു +2 കാലത്തേക്ക് പറയാൻ കഴിയുന്നതിനപ്പുറം ചില ബോധ്യങ്ങളോടുകൂടെ അവൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാം. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാവി ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മാതാപിതാക്കന്മാരെ ആദരിക്കുന്ന, ഇങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും ഗൗരവമായിട്ട് കാണുന്ന ഒരാളെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ കാണുന്നു. ആ പെങ്കൊച്ചു 1-2 മിനിറ്റ് നല്ല തീപ്പൊരി പോലെ പ്രസംഗം പറഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ ആ ഹോളിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് അവൾ സംസാരിച്ചു. ഈ കയ്യടിയൊക്കെ തീരുമ്പോൾ ആ അച്ഛൻ അവളോടൊരു ചോദ്യം കൂടെ ചോദിച്ചു, മോളെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നിന്നെ സ്നേഹിക്കുന്ന, കുടുംബം നോക്കുന്ന, ഈശ്വരവിശ്വാസമുള്ള, മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന ഒരാളെ നീ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭാവിയിൽ നീ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ
നിനക്ക് കിട്ടാൻ പോണത് ദൈവവിശ്വാസം ഇല്ലാത്ത, മദ്യപിക്കുന്ന, താന്തോന്നിയായിട്ട് ജീവിക്കുന്ന ഒരാളെ നിനക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്തൊരു ചോദ്യമായിപ്പോല്ലേ. പക്ഷെ കൊച്ചു പതറിയില്ല. അവളച്ഛൻ്റെ കയ്യിൽ നിന്നും ആ മൈക്ക് തിരിച്ചു വാങ്ങിച്ചിട്ട് അച്ഛനുകൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് കിട്ടിയാൽ അത് ദൈവം എനിക്ക് തന്ന അംഗീകാരമായിട്ട് ഞാൻ കാണും. കാരണം ഭൂമിയിൽ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുവാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് ദൈവം എനിക്ക് തന്ന അംഗീകാരമായിട്ട് ഞാൻ കാണും. ഈ ഭൂമിയിൽ ഇയാളോടൊപ്പം ജീവിക്കുവാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തമ്പുരാൻ തന്ന അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പം പറയുമോ അല്ലേ, കുടുംബജീവിതത്തിൽ 10, 20, 30, 50 ഒക്കെ വർഷം ജീവിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കിയിട്ടെന്ന് പറയുമോ, എനിക്ക് തന്ന അംഗീകാരമായി തന്നല്ലേ, എനിക്കിട്ട് വെച്ച പാരയാന്നായിരിക്കും പറയാൻ പോണല്ലേ. ദൈവം തന്ന അംഗീകാരമായിട്ട് കാണാൻ കഴിയണം. ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്ന ജീവിത പങ്കാളി, ദൈവം എനിക്ക് തന്ന മക്കള്, അത് ദൈവം തന്ന അംഗീകാരമാണെന്ന് ഈ പെങ്കൊച്ചിനെ പോലൊന്ന് പറയാൻ പറ്റിയാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹീതമാകും. തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഈ തലമുറയുടെ കുടുംബങ്ങളൊക്കെ മാറി ചിന്തിക്കാനും അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളാകാനും കഴിയും. ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ ഇനി ഇപ്രകാരം ഒരു ചിന്തയിലേക്ക് വരണം. മാതാപിതാക്കന്മാരെ മറക്കരുത്. കുഞ്ഞുങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു വിടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നിനക്ക് ദൈവം തന്നിരിക്കുന്ന അംഗീകാരമാണ് നിന്റെ ജീവിത പങ്കാളി. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഹിതവുമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് വേണം മക്കളെ നമ്മൾ ഇനി വിവാഹത്തിന് വേണ്ടിയിട്ട് ഈ ആൾത്താരയിലേക്ക് പറഞ്ഞു വിടാൻ. അല്ലാതെ ചില ബോധ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇനിയും നമ്മൾ ഇവരെ ഈ ദേവാലയത്തിലേക്കും വിവാഹത്തിലേക്കും പ്രവേശിപ്പിച്ചാൽ ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ എനിക്ക് തകർന്നു പോകും. നമുക്കതുകൊണ്ടിന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്ന അംഗീകാരമാണ് എൻ്റെ കുടുംബമെന്നും ജീവിതമെന്നും നമുക്കൊന്ന് ചിന്തിക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാം. ആഡംബരങ്ങൾക്കും ആർഭാടങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ മനസ്സ് തേടുന്നതാണ് നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് മക്കളെ പഠിപ്പിക്കാൻ കഴിയട്ടെ. അങ്ങനെ കഴിയുമ്പോൾ തിരുകുടുംബം നമ്മളിലൂടെ ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മുടെ ഇടവക കുടുംബത്തെയും നമ്മുടെ ഓരോ കുടുംബങ്ങളെയും ദൈവം നിങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ കൃപകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.